ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ചില ഓൺലൈൻ ന്യൂസ് സൈറ്റിൽ വരുന്ന ന്യൂസുകളാണ്. തട്ടമിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് അൻസിബ ചോദിച്ചു. പിന്നെ നരകത്തിൽ പോവില്ല, നരകമില്ല, ബോളിവുഡിലുള്ളവരൊക്കെ മുസ്ലിങ്ങളല്ലേ, അപ്പോൾ അൻസിബയും നരകത്തിൽ പോവില്ല എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ഞാനൊരിക്കലും എവിടെയും പറഞ്ഞിട്ടുമില്ല. ഞാനിങ്ങനെ ഈ രീതിയിൽപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റിയും ആരടുത്തും സംസാരിച്ചിട്ടില്ല. പക്ഷെ കുറേ കാലമായിട്ട് ഓൺലൈൻ എല്ലാ സൈറ്റിനെയല്ല ഞാൻ പറയണത്, ചില ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഇങ്ങനെയുള്ള ന്യൂസ് ഭയങ്കര വൈറലായിരുന്നു. എന്നിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ അതെനിക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ഞാനത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം ഞാനൊരിക്കലും പറയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ മാത്രം ഒരു വലിയ ആളൊന്നുമല്ലല്ലോ ഞാൻ. എന്തിനാ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ചെറിയ കാര്യങ്ങൾക്ക് സങ്കടവും സന്തോഷവും വിഷമവും ഒക്കെ തോന്നുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല. ഏതൊക്കെയോ സൈറ്റുകളിൽ അങ്ങനെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് എനിക്കത് ഷെയർ ചെയ്തിട്ട് ഞാൻ പോയി നോക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കാത്തതാണ് നല്ലത്. അങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം ഒന്നും പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഞാൻ സത്യം പറയാണ്, ഞാനൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയാനും പോണില്ല. അങ്ങനെയൊന്നും പറയാനുള്ള അങ്ങനത്തെ ഒരാളല്ല ഞാൻ എങ്ങനെ അങ്ങനെയൊക്കെ പറയാ? ഒരുപാട് സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ അടുത്ത് എനിക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിരുന്ന വേറൊരു കാര്യം, മദ്രസ അധ്യാപകരെ പറ്റിയിട്ട് ആരോ അപവാദം പറയുന്നൊരു ഓഡിയോ ക്ലിപ്പുണ്ട്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പിന് ആ ദ്രോഹി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ കാർപേജായിട്ട് എൻ്റെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്തേക്കണേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും അത് ഞാൻ പറഞ്ഞതാണെന്ന്. അത് ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കണ്ണൂർ കാസർഗോഡ് എന്തോ ഭാഷയായിട്ടാണ് തോന്നി. എനിക്കറിയില്ല ഇത് ആരാ ചെയ്തതെന്നൊന്നും. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ കാണുന്ന പലരെങ്കിലും വിചാരിക്കില്ലേ അത് ഞാൻ പറഞ്ഞതാണെന്ന്. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല. അത് ആരാണ് എൻ്റെ ഫോട്ടോ അതിന് കാർപേജായിട്ട് ഇട്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പർദ്ദ അണിഞ്ഞ് ഇരുന്ന് ഒരു ഫോട്ടോ നെറ്റിൽ നിന്ന് എവിടുന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ആ ഫോട്ടോ എടുത്തിട്ട് അതാണ് ആ വ്യക്തി അതിന് കവർ പേജായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ ആരടുത്ത് പോയിട്ട് എന്ത് കംപ്ലൈൻറ്റ് ചെയ്യാനാന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ ഒരു ചാനലിൽ സിനിമയെ പറ്റിയും സിനിമ താരങ്ങളെ പറ്റിയും ഗോസിപ്പ് വളരെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ എൻ്റെ മുഖച്ഛായ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീക്ക്, എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീ ബിക്കിനിയിൽ സ്വിമ്മിംഗ് പൂളിൽ നിൽക്കുന്ന ഫോട്ടോ അത് കാണിച്ചിട്ടുണ്ട്. അൻസിബൻ്റെ ഫോട്ടോ എന്നും പറഞ്ഞിട്ടാണ് അത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അറിയാത്ത ഇത് കാണുന്ന പല വീട്ടിലുള്ള പല പ്രേക്ഷകരും അതെൻ്റെ ഫോട്ടോ ആണെന്നല്ലേ വിചാരിക്കുക. അപ്പോൾ ഞാനാണ് അതെന്ന് ഉറപ്പ് വരുത്താതെയാണ് ആ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തേക്കുന്നത്, ആ പ്രോഗ്രാമിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഭയങ്കര വിഷമം തോന്നുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഞാനൊരിക്കലും ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കണം, ഞാനൊരിക്കലും ഇങ്ങനെയുള്ള കമൻസുകൾ പറഞ്ഞിട്ടുമില്ല. ഇതൊന്നും പറയാൻ മാത്രമുള്ളൊരു വലിയ ആളല്ല ഞാനാകെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തു. അതുകൊണ്ട് ആ ഒരു സ്നേഹം മാത്രം മതി എനിക്ക്. അപ്പോൾ എനിക്ക് ഇല്ലാത്ത വാല്യൂ കൊടുത്ത് ഇതുപോലെയുള്ള ന്യൂസ് ചാനൽ, അതായത് ഏറ്റവും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു തൊഴിലാണ് മാധ്യമപ്രവർത്തനം. പക്ഷെ അതിൽ പോലും ചില ഓൺലൈൻ സൈറ്റുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ആ ഓൺലൈൻ സൈറ്റുകാരൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകൾ റിമൂവ് ചെയ്യുക. കാരണം ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ആ സൈറ്റുകളിലൊക്കെ ഇട്ടിട്ടുള്ളത്. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുമില്ല. ഞാനിത് വീണ്ടും ഇങ്ങനെ ഇപ്പോൾ 1-2 വർഷമായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ നവംബറിൽ പോലും ഒരു ചേട്ടനത് കാണിച്ചു തന്നു, അൻസിബ നീ ഇങ്ങനെ പറഞ്ഞോന്നും ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല.
അപ്പോൾ ഞാൻ ആ ഓൺലൈൻ സൈറ്റിൽ ഞാൻ അവരെ നമ്പർ കണ്ടെത്തിയിട്ട് വിളിച്ചപ്പോൾ ആ ഫോണ് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഒന്നുകിൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ഇങ്ങനെയൊക്കെയാണ്. അപ്പം അവർക്ക് എങ്ങനെ ഞാൻ പരാതി പറയും, ഞാൻ തരാത്ത ന്യൂസ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സൈറ്റിൽ കൊടുത്തു എന്നും. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് പ്രതികരിക്കാതെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള സൈറ്റുകൾ ഇതുപോലെയുള്ള ന്യൂസുകൾ ഇടുന്നത്. എന്തായാലും ഞാൻ തന്നെ വീഡിയോയിൽ പറയാണ്, ദയവ് ചെയ്ത് ആരും വിശ്വസിക്കരുത്. ഞാൻ അങ്ങനെ ന്യൂസ് കൊടുത്തിട്ടുമില്ല, കൊടുക്കുകയില്ല. പിന്നെ എനിക്ക് വേറൊരു സങ്കടം തോന്നിയൊരു കാര്യം, ഒരു പ്രഭാഷണത്തിൽ എൻ്റെ പേര് പറഞ്ഞു, അൻസിബ നരകമില്ല എന്ന് പറഞ്ഞിട്ട് പ്രഭാഷകൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദര, ഞാനൊരിക്കലും നരകമില്ല എന്നോ നരകത്തെ നിഷേധിക്കുകയോ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഈ ഓൺലൈൻ സൈറ്റുകളിൽ വന്നിട്ടുള്ള ഫേക്ക് ന്യൂസാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുകയുമില്ല. അപ്പോൾ അദ്ദേഹം കൂടെ ഇത് അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിലേക്ക് ഇത് എത്തുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണമെന്ന് എനിക്കിപ്പോൾ തോന്നി. കാരണം ഞാൻ 2-3 വർഷമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തോ ഇപ്പോൾ പറയണമെന്ന് തോന്നി. ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനെയാണ് ഞാൻ വീണ്ടും പറയണത്. ഞാൻ ഇപ്പോൾ ഫാമിലിയായിട്ട് ദുബായിൽ സെലിബ്രേഷൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ.